ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ ഇന്നത്തെ MEM സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത് എന്ന് പറയുന്നത് മാത്സ് വീക്കായ കുട്ടികൾക്കാണ് കേട്ടോ ഈ ഒരു സെഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവർക്ക് പല ക്വസ്റ്റ്യൻസും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെഷൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, മാത്സിലെ മുഴുവൻ മാർക്കും നമുക്ക് ഈ MEM സീരീസിലൂടെ നമുക്ക് കരസ്ഥമാക്കണം. അതിപ്പോൾ 20 മാർക്കാണെങ്കിൽ 10 മാർക്കാണെങ്കിൽ അത് നമ്മുടെ കൈപ്പിടിയിൽ നമുക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഇന്നത്തെ നോക്കാമല്ലോ. ഫസ്റ്റിലുള്ള ചോദ്യം തന്നെ നോക്കിയേ, എന്താണ്? ഭിന്നസംഖ്യകളെ വെച്ചാണ്. ഇവിടെ നോക്കിയേ, 1/3 1/2 ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ, അതാണ് ചോദ്യം. എന്താണ്? 1/3 1/2 ഇടയിലുള്ള ഭിന്നസംഖ്യ. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനിൽ നിന്ന് വേണം പോവാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ 1/3 1/2 നമുക്ക് ആദ്യം ഉള്ളത് ആരാണ്? 1/6. നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ നടുവ് കൊണ്ടുവരിക. നമ്മളോട് ഇടയിലുള്ള എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നടുവിൽ കൊണ്ടുവന്ന് വെക്കുക. ഇനി എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 1 എത്രയാണ്? 6 ആണ്. അതായത് ഛേദം ഏത് അംശത്തിനോടാണോ ഗുണിക്കുന്നത്, അതായത് ഡിനോമിനേറ്റർ ഏത് ന്യൂമറേറ്ററിനോടാണോ ഗുണിക്കുന്നത് അതിൻ്റെ മേലെയായിരിക്കണം ആ സംഖ്യ എഴുതേണ്ടത്. അതേപോലെ 3 × 1 ചെയ്ത് കഴിഞ്ഞാൽ 3. ഓക്കെ, ഇപ്പം നമ്മൾ അംശത്തിൻ്റെ മുകളിൽ വേണം ആ എഴുതാൻ, ഏത് അംശത്തിനെ കൊണ്ടാണോ ഗുണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 6 ആണോ വലുത് 3 ആണോ വലുത്? നമുക്കറിയാം 6 ആണെന്ന് അല്ലേ. സോ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്നില്ല, വിട്ട് അവിടെ. അടുത്തത് 1/3 1/2 തന്നെ നിങ്ങളത് പേജിൽ എഴുതി. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്നിനെയും വെച്ച് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 4/7 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണേ. 1 × 7 7, 3 × 4 12. ഇത് ഫോളോ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 4 × 2 8. ഞാനത് എവിടെ ചെയ്യണം? അത് ഇതിൻ്റെ മുകളിൽ എഴുതണം. ഇതിനെഴുതുക 8. 4 × 2 8, 7 × 1 7. ഇവിടെ നോക്കിയേ, 8 ആണോ 7 ആണോ വലുത്? 8 അല്ലേ. സോ എന്താണ്, ഇതും ഇടയിൽ വരില്ല, അത് ഫോളോ ചെയ്യുന്നില്ല. അടുത്തത് നമ്മൾ എന്ത് നോക്കണം? അടുത്തത് നമുക്ക് 1/3. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്നും വെച്ച് ചെയ്ത് കാണിച്ചു തരുന്നത്. 2/5 നോക്കേ, 3 × 2 6, 5 × 1 5. ഓക്കെ അല്ലേ. ഇനി 2 × 2 ഇത് ഫോളോ ചെയ്തു അല്ലേ, കാരണം 5-നേക്കാൾ വലുതാണ് 6, ആ കണ്ടീഷൻ ഫോളോ ചെയ്തു. 2 × 2 4, 5 × 1 5, 4-നേക്കാൾ വലുതാണ് 5. ഈ ഒരു കണ്ടീഷനും നമ്മൾ ഫോളോ ചെയ്തു, കാരണം അതുകൊണ്ടാണ് ഇടയിൽ വന്നത് അല്ലേ. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ തൊട്ടടുത്ത സംഖ്യയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് ഫോളോ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്കൊന്ന് നോക്കിയാലോ. ഇതാ ഒന്ന് നോക്കി നോക്ക്. 1/3 2/3 1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 3, 3 × 2 6, 3-നേക്കാൾ വലുതാണ് 6. ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്തു. ഇനി 2 × 2 4, 3 × 1 3. ഇവിടെ ഫോളോ ചെയ്തോ? ഇല്ല. സോ ഇതിൽ ഫോളോ ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? 2/5 മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഓരോന്നും ചെയ്ത് നോക്കിയത്. ഇല്ലേ നമ്മൾ അവിടെ തന്നെ ചെയ്താൽ മതി. ഒറ്റയൊരു വരിയിൽ 1/3 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 3, അവിടെ തന്നെ നമ്മളത് ഒഴിവാക്കി. ഇനി 4/7 എഴുതുമ്പോൾ എന്താ? 7 12. ഓക്കെ, അതൊരു ശരി. പിന്നെയോ 7 8 അല്ലേ. അപ്പോൾ അതവിടെ ഫോളോ ചെയ്യുന്നില്ല. ആ രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ. അപ്പം ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. അടുത്തത് നോക്ക്, ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ എന്താണ്? ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ ഈ 30% 70% തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഏതാണ്? ഇപ്പം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്ത് ചെയ്യും? x × 70% കാണും, എന്നിട്ട് അത് എന്ത് ചെയ്യും? കുറയ്ക്കും. അതുപോലെ എന്ത് ചെയ്യും? x-ൻ്റെ 30% കാണും, അതും എന്ത് ചെയ്യും? കുറയ്ക്കും അല്ലേ. എന്നിട്ട് അത് തമ്മിൽ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും? കാണും. അതാണ് 60 എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? x-ൻ്റെ ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം, ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ശതമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. ഈ ശതമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 30ഉം 70ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40. ഏതോ ഒരു സംഖ്യയുടെ 40% 60 എങ്കിൽ സംഖ്യ ഏതാണ്?
ഏതോ ഒരു സംഖ്യയുടെ 40% 60 ആണെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് 60 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40 അല്ലേ? ഏതോ ഒരു സംഖ്യയുടെ 40% 60. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? എക്സ് കണ്ടു. എന്ത് ചെയ്യൂ? 60 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 40. ശരിയല്ലേ? 0 ക്യാൻസലായി. 100 4 എത്ര പ്രാവശ്യം പോവും? 25 പ്രാവശ്യം. 25 6 എത്രയാണ്? 150. ശരിയല്ലേ? ഓക്കെ അല്ലേ? ആൻസർ എന്താണ്? 150. മനസ്സിലായോ? ഓർത്ത് വെക്കുക. ഏതോ നമുക്കറിയില്ല സംഖ്യ, ഏതോ ഒരു സംഖ്യയുടെ 40%. അപ്പോൾ 40 എന്ന് പറയുന്നത് 60 ആയാൽ 100 എത്രയാന്ന് കണ്ടാൽ മതി. ശരിയല്ലേ? ഓക്കെ, ശതമാനമായത് കണ്ടാണ് നമ്മൾ 100 എടുത്തത്. ഇനി അടുത്തത് എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 2n² + n ആണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? ഇവിടെ നമുക്ക് തുകയുടെ ബീജഗണിതം തന്നു. എന്താണ്? 2n² + n. ഇത് ഏത് ഫോമില ഉള്ളത്? an² + bn എന്നുള്ള ഫോമിലാണുള്ളത് അല്ലേ? (2n² + n) അതായത് an² + bn എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൊതുവ്യത്യാസം കാണുമ്പോൾ എന്ത് ചെയ്യണോ? a എത്രയാണോ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ഇവിടെ a എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2ന്റെ ഇരട്ടി എത്രയാണ്? 4. സോ ആൻസർ എന്താണ്? 4. കിട്ടിയത് മനസ്സിലായല്ലോ? എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം എന്ന് പറയുന്നതാണ് 2n² + n. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യുക? n² കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. എന്താണ്? നോക്കിക്കോളൂ. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം an² + bn എന്ന രീതിയിലാണെങ്കിൽ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം അഥവാ d എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? n² ഗുണോത്തരം അഥവാ കോഎഫിഷ്യന്റിന്റെ ഇരട്ടിയായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ പോലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഓർത്ത് വെക്കുക. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം an² + bn എന്നൊരു രീതിയിലാണെങ്കിൽ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് d എന്നത് എന്തായിരിക്കും? n² ഗുണോത്തരത്തിന്റെ ഇരട്ടി അഥവാ കോഎഫിഷ്യന്റിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ ഇവിടെ എത്രയാണ്? എത്രയായിരുന്നു? 4. ഇനി അടുത്ത ചോദ്യമാണ് എന്ത്? ഒരു സമചതുര സ്തൂപികയുടെ ചരിവുയരം 15 സെന്റിമീറ്റർ, പാദവക്ക് 12 സെന്റിമീറ്റർ ആയാൽ സ്തൂപികയുടെ ഉയരം. ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? സ്തൂപികയുടെ ചരിവ് ഉയരം തന്നിട്ടുണ്ട് അല്ലേ? അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് 15 സെന്റിമീറ്റർ. ഇനിയോ പാദവക്ക് A 12 സെന്റിമീറ്റർ. ഇനി എന്താ ചോദിച്ചത്? സ്തൂപികയുടെ ഉയരം h ആണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇതെന്താണ്? നോക്കിക്കോ. ഒരു സമചതുര സ്തൂപികയിൽ ഉയരം, ചരിവളവ്, പാദവക്കിന്റെ പകുതി എന്നിവ ഒരു മട്ടത്രികോണം രൂപീകരിക്കുന്നു. അതായത് പാദവക്കിന്റെ പകുതി കൂടി ചേർന്നാൽ എന്തായി? ഒരു മട്ടത്രികോണം ഫോം ചെയ്യുന്നു. അപ്പൊ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കൂടെ അല്ലേ? നമുക്കറിയാം എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? കർണം സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത്? h ആണ് കാണേണ്ടത് അല്ലേ? h കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താണ്? l² മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ റൂട്ട് വാല്യൂ ആണ് എന്ത്? h എന്ന് പറയുന്നത് അല്ലേ? h എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് l² മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. l² എത്രയാണെന്ന്? l എത്രയായിരുന്നു? 15 അല്ലേ? സോ 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225. a എത്രയായിരുന്നു? 12 അല്ലേ? 12ന്റെ പകുതി എത്രയാണ്? 6². 6² എന്ന് പറഞ്ഞാൽ 36. റൂട്ട് ഓഫ് 225 മൈനസ് 36 അതെത്രയാണ്? 15ൽ 6 എത്ര പ്രാവശ്യമാണ്? 9. 11ല് 8 1 189. റൂട്ട് ഓഫ് 189. നമ്മുടെ ഓപ്ഷനിൽ റൂട്ട് ഓഫ് 189 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 189നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? നമുക്കറിയാം 189ൽ 9 പോകും. കാരണം എന്താണ്? 9 8 17 1 18.
18 എന്ന് പറയുന്നത് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു പൂർണ്ണസംഖ്യയാണല്ലോ. സോ 189 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. സോ 9 × 21 എന്ന് പറയുന്നതാണ് 189. അപ്പൊ ഇത് റൂട്ടല്ലേ? അപ്പം √9 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പം 3√21 അല്ലേ? ആൻസർ എന്താണ്? 3√21 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം അതുണ്ടോ. 3√21 ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പൊ അത് ഓർത്ത് വെച്ചോ. എന്താണ്? ഒരു സമചതുരസ്തൂപികയിൽ ഉയരം, ചരിയളവ്, പാദവക്കിന്റെ പകുതി എന്നിവ ഒരു മട്ടത്രികോണം രൂപീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ട് ഈ ഒരു നമുക്ക് വാല്യൂയിലേക്ക് എത്താം? പൈത്തഗോറസ് തിയറം അല്ലേ? പൈത്തഗോറസ് തിയറം പ്രകാരം എന്താണ്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെങ്കിൽ കർണം ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്തത് കേട്ടോ. ഓക്കെ, എങ്കിൽ അടുത്തൊരു ചോദ്യം. 20, 25, x, 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആണ്. എന്നാൽ എക്സിന്റെ വില എത്ര? ഇവിടെ എന്താണ്? 20, 25 നമുക്ക് എക്സ് അറിയില്ല, 28, 32 ഇത് കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 5, 8, 13, 2, 15 അല്ലേ? പിന്നെയോ 2, 4, 2, 6, 3, 9, 1, 10. 105 പ്ലസ് എക്സ് ആണ് ഇത് മൊത്തം. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ശരാശരി. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ബൈ എണ്ണമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ശരാശരി. അപ്പൊ ഇതാണ് ശരാശരി അല്ലേ? ശരാശരി എന്ന് പറയുന്നതാണ് തുക ബൈ എണ്ണം അല്ലേ? തുക ബൈ എണ്ണമാണ് ശരാശരി. അപ്പൊ നമുക്ക് അവിടുന്ന് തുക കിട്ടുമല്ലോ. എങ്ങനെ? ശരാശരി ഇൻറ്റു എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? തുക കിട്ടി. അപ്പൊ ഇവിടുത്തെ ശരാശരി 27 ഇൻറ്റു എന്ത് വരണം? എണ്ണം എത്രയാണ്? 5. അപ്പൊ എത്രയായി? 7, 5, 35, 25, 13, 13, 135. അപ്പൊ ഇതിന്റെ ആകെ തുക എന്ന് പറയുന്നത് 135 ആണ്. അപ്പൊ നമുക്ക് എക്സ് കിട്ടുമല്ലോ. എന്താണ്? 135 എന്ന് 105 അങ്ങോട്ട് കുറയ്ക്കുക. എത്രയാണ്? 30. സോ ആൻസർ എന്താണ്? 30. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എന്താണ്? 30. മനസ്സിലായോ? 30 എങ്ങനെയാ കിട്ടിയെന്ന്? ശരി, ഇത് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ ഇന്ന് കുറച്ച് 2-3 കാര്യങ്ങൾ അഡീഷണൽ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഒന്ന്, an² + bn എന്നുള്ള രീതിയിലാണ് നമുക്കൊരു ഇക്വേഷൻ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ബീജഗണിതത്തിന്റെ എന്തായിരുന്നു അതിന്റെ ബീജഗണിതം, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിതം, തുകയുടെ ബീജഗണിതം an² + bn എന്നുള്ള രീതിയിലാണ് തന്നതെങ്കിൽ നമ്മളോട് അതിന്റെ പൊതുവ്യത്യാസം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ എന്താണ്? എ എത്രയാണോ എയുടെ 2 മടങ്ങായിരിക്കും. അത് ഒന്ന്. അതേപോലെ എന്താണ്? ഒരു സമചതുരസ്തൂപികയിൽ ഉയരം, ചരിയളവ്, അതേപോലെ പാദവക്കിന്റെ പകുതി എന്നിവ ഒരു മട്ടത്രികോണം രൂപീകരിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തത് എന്താണ്? കൂട്ടുപലിശ അല്ലേ? ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക. 2 വർഷമാണെങ്കിൽ 2-1 എന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. 3 വർഷമാണെങ്കിൽ 3-3-1 എന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. 4 വർഷമാണെങ്കിൽ 4-6-4-1 എന്ന മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണം എന്നുള്ളവർ കമന്റ് ബോക്സിൽ പിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 2 വർഷം ആയതുകൊണ്ട് 2-1 എന്ന മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതെന്താണെന്ന് നോക്കുക. 1000 രൂപയുടെ 10% നമ്മൾ കാണുന്നു. അതെത്രയാണ്? 100. 100ന്റെ ഇരട്ടി എത്രയാണ്? 100ന്റെ ഇരട്ടി എത്രയാണ്? 200 അല്ലേ? 200. ഇനിയോ 100ന്റെ കൂട്ടുപലിശ ആകുമ്പോൾ പലിശയ്ക്കും പലിശയുണ്ട്. അപ്പൊ 100ന്റെ 10% കട. 100ന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 10. സോ ഈ 200ഉം ഈ 10ഉം കൂടി ആഡ് ചെയ്യുക. അപ്പൊ എത്രയാണ്? 210. 210ഉം ഇവിടെ എന്താണ് ചോദിച്ചത്? വർഷാവസാനം ലഭിക്കുന്ന തുകയല്ലേ? വർഷാവസാനം ലഭിക്കുന്ന തുക എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ എന്തൊക്കെ പെടും? ടോട്ടൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ടും പെടും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പെടും. അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരുന്നു? 1000 രൂപയാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണ്? 210 ആണ്. അപ്പൊ എത്രയായി? 1020.
210 അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ്? അയാൾക്ക് വർഷാവസാനം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് എത്രയാണ്? 1210. അപ്പൊ നമ്മൾ ഫോളോ ചെയ്ത മെത്തേഡ് ഏതാണ്? 2 1. ഓർത്ത് വെക്കുക, 2 1 എന്നുള്ള മെത്തേഡാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം കാണുന്ന പലിശയുടെ ഇരട്ടിയും രണ്ടാമത് ആ പലിശയുടെ പലിശ കണക്കാക്കുമ്പോൾ അതിനെ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യുക. അതാണ് അതിൻ്റെ പലിശ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് ആകെ തുക. അടുത്തത് ടൈം ആൻഡ് വർക്ക് ആണ് അല്ലേ? ടൈം ആൻഡ് വർക്ക് എന്താണ്? രാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? രാമു ഒരു ജോലി ചെയ്യാൻ 6 ദിവസം, രമ ആ ജോലി ചെയ്യാൻ എത്രയാണ്? 8 ദിവസം. ഇവിടെ നമുക്ക് ദിവസങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളുടെ LCM കാണാം. അതാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ആകെ ജോലി എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. സോ 6ന്റെയും 8ന്റെയും LCM എന്ന് പറയുന്നത് എന്താണ്? 24 ആണ് അല്ലേ? 24 എന്ന് പറയുന്നതാണ് ആകെ ജോലി. ഇനി 24/6, അതായത് രാമു ഒരു വർക്ക് എടുക്കാൻ, അതായത് രാമു ഈ 24 ജോലി, അതായത് 24 എന്ന് പറയുന്ന ആകെ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 ദിവസമാണല്ലോ. സോ രാമുവിന്റെ കഴിവ്, ആ ജോലി ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് എന്താണ്? 24/6 ആണ്. 24/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. ഇനി രമയ്ക്ക് അതേ ജോലി ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് എത്രയാണ്? 24/8. അതെത്രയാണ്? 3. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ വർക്ക്, അതായത് ആകെ ജോലി എന്ന് പറയുന്നത് 24ഉം രാമുവിന്റെ രമയുടെയും കൂടി ആകെ ആ ജോലി ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് എന്താണ്? ഈ 4ഉം 3ഉം കൂടി കൂട്ടുക. 4ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 7. സോ 24/7. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? 3 × 7 21 പ്ലസ് 3 24. അപ്പൊ ആൻസർ എന്താണ്? 3 3/7. ഓക്കെ അല്ലേ? എന്താണ് ആൻസർ? 3 3/7. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. 5 8 17 44 എന്ന ശ്രേണിയുടെ അടുത്ത പദം എന്താണ്? 5 8 17 44. ഓക്കെ, 5 3 8, 8 9 17, 17 27 34. ഓക്കെ, 3 3ന്റെ സ്ക്വയർ 3ന്റെ ക്യൂബ്. അപ്പൊ എന്താണ്? 3/4. 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81. അപ്പൊ എത്രയായി? 125 അല്ലേ? സിമ്പിൾ അല്ലേ? 3ന്റെ 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. സോ 125, ഓപ്ഷൻ സി. അടുത്തത് എപ്പോഴും ഇപ്പോൾ PSCക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ക്ലോക്ക് അല്ലേ? എല്ലാവർക്കും എന്താണ് കുറച്ച് കൺഫ്യൂഷൻ അടിച്ച് ആൻസർ തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യനും ഇതാണ്. ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം 8:30 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം എത്രയാണ്? 8:30 അല്ലേ? അതായത് 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ് കാണിക്കുന്നത്. ഇനി എന്താണ്? നമുക്കറിയാം 12 മണിക്കൂർ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഒരു ക്ലോക്ക് കണ്ടിന്യൂസ് ചുറ്റി വരുന്ന സമയം അല്ലേ? 12 മണിക്കൂർ. സോ 12 മണിക്കൂർ നമുക്ക് എങ്ങനെ ഇതാക്കാം? പ്രതിബിംബത്തിലെ സമയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ, അതായത് നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ക്ലോക്ക് അല്ലേ? അതിൽ മിറർ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്ന. ഈ ക്ലോക്കിൽ ആ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള എന്താണ് കണ്ണാടിയിൽ നമ്മൾ കാണുമ്പോൾ എന്താണ്? അതിൻ്റെ നേരെ അതിൻ്റെ പ്രതിബിംബമല്ലേ നമ്മൾ കാണുന്നത്, ഡിഫറൻസ്. അപ്പം എന്ത് ചെയ്യുക? നമുക്കറിയാം 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ് ആണ് എന്ത്? 12 മണി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 12:00, അതായത് 12 മണി ഇങ്ങനെ എടുക്കരുത്. ഇവിടെ മണിക്കൂർ സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്. അതുകൊണ്ട് തന്നെ 11 മണി 60 മിനിറ്റ്. അതിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? 8:30 കുറയ്ക്കാൻ. ഓക്കെ, 8:30 കുറയ്ക്കാൻ. അപ്പം എത്രയായി? 3:30. സോ ആൻസർ എന്താണ്? 3:30. ഓക്കെ, 3:30. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, 3:30. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ദാ വീണ്ടും ക്ലോക്കിൽ അടുത്തൊരു ചോദ്യം. എന്താണ്? ഒരു ക്ലോക്കിലെ സമയം
9:35 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്ത്? ഇതാണ് ചോദ്യം. എന്താണ്? ഒരു ക്ലോക്കിലെ സമയം 9:35 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഇതാണ് ചോദ്യം അല്ലേ? അപ്പൊ നമുക്കറിയാം എന്താണ് ഇതിന്റെ ജനറൽ ഇക്വേഷൻ. 30h മൈനസ് 11/2 m. ഇവിടെ മണിക്കൂർ എച്ച് എന്ന് പറയുന്ന മണിക്കൂർ സൂചിയാണ്, മണിക്കൂർ സൂചിയും എം എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 30 × 9 മൈനസ് 11/2 × 35. 30 × 9 എത്രയാണ്? 270 അല്ലേ? മൈനസ് 11 × 35 എത്രയാണ്? 385 അല്ലേ? 5 5 3 8 3 385/2. 385/2 എത്രയാണ്? 385നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 192.5 അല്ലേ? ഓക്കെ, ഇനി 0 ന്ന് 5 കുറച്ചാൽ പോവില്ല. 10 ൽ 5 5. ഇനിയോ 9 ൽ 2 7. പിന്നെയോ 16 ൽ 9 7 പ്രാവശ്യം. സോ ആൻസർ എന്താണ്? 77.5 ഡിഗ്രി. ആൻസർ എന്താണ്? 77.5 ഡിഗ്രി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്തത് കലണ്ടർ. കലണ്ടറിൽ ഒരു ചോദ്യമാണ്. എന്താണ് ഇത്? പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. 2016 ഫെബ്രുവരി 25-ാം തീയതി തിങ്കളാഴ്ചയായാൽ 2016 മാർച്ച് 8-ാം തീയതി ഏത് ദിവസമായിരിക്കും? ഇതാണ് ചോദ്യം. എന്താണ്? 2016 ഫെബ്രുവരി 25 മൺഡേ. നമ്മളോട് എന്താ ചോദിച്ചത്? 2016 മാർച്ച് 8 എന്നായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഫെബ്രുവരി 25 അറിയാം, തിങ്കളാണ്. നമുക്കറിയാം 2016 ലീപ്പ് ഇയർ ആയതുകൊണ്ട് തന്നെ ഫെബ്രുവരി 29 ദിവസമുണ്ട്. അവിടെ 25 അറിയാം. പിന്നെ 25ന്റെ കൂടെ 4 കൂട്ടുക, അപ്പൊ എത്രയായി? 29. അപ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പൊ നമുക്ക് എന്തായി? ഫെബ്രുവരി എൻഡ് ചെയ്യുന്നത് എന്നാണ്? ഫ്രൈഡേ ആണ്. മാർച്ച് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മാർച്ച് 1 എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ മാർച്ച് 8 എന്തായിരിക്കും? കാരണം നമുക്കറിയാം 1ഉം 7ഉം കൂട്ടിയാൽ, കാരണം ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ് അല്ലേ? 1ന്റെ കൂടെ 7 കൂട്ടിയാൽ 8. വീണ്ടും എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. 8-ാം തീയതി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സോ മാർച്ച് 8 എന്ന് പറയുന്നതും എന്ന് തന്നെയായിരിക്കും? ശനിയാഴ്ച തന്നെയായിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി. ഇപ്പം നമ്മൾ ഇന്നത്തെ MEM സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ നമ്മൾ LDCക്ക് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ബാച്ചാണ് വരാൻ പോകുന്നത്. അപ്പോൾ LDC 2027 കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പക്ക നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബാച്ചാണത്. അപ്പോൾ ഇപ്പം തന്നെ വന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. ഇതിൽ നമുക്ക് ലൈവ് സെഷൻ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ലൈവ് സെഷൻ ക്ലാസ്സസ് എന്തെങ്കിലും കാരണത്താൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഇതിൻ്റെ PDF നോട്ട്സും ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെയോ അതുകൂടാതെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മിൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ മറക്കാതെ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ MEM സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത MEM സീരീസുമായിട്ട് കാണാം. താങ്ക് യു.